ഈ ഒരു പലഹാരം ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്പിയാണ്. 1 കപ്പ് പച്ചരി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ദോശ റൈസ് എന്നൊക്കെ പറയണ കിട്ടുന്ന ആ ഒരു റൈസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും എടുക്കാം. ബാസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതങ്ങനെ സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന അരിയാണ്. നിങ്ങളുടെ കയ്യിൽ സമയം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ സോക്ക് ചെയ്താലും മതിയാകും. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇത് എന്നിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സറിൻ്റെ ജാറ് ചൂടാകാതെ ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നല്ല സ്മൂത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മാത്രമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇത് മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പിലും കുറച്ച് വെള്ളം മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. വെള്ളം കുറച്ചായി മാത്രം ചേർത്ത് ഇതുപോലെ നല്ല സ്മൂത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഈനോയോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് നല്ല പോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റ് നേരത്തോളം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പോലെ തന്നെ എയർ ഇതിലേക്ക് കടത്തിവിടാൻ വേണ്ടി സഹായിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ബാറ്റർ ഇരിക്കുക. ഇപ്പോൾ 3 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ചധികം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ, നല്ല പോലെ തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കൈയെടുക്കാതെ ബീറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബീറ്റിംഗ് പ്രോസസ്സ് എന്തായാലും ചെയ്യണം. 3 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഒരേ ഡയറക്ഷനിലേക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് ഇതിനായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനായിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ്. തേങ്ങ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയാണല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉണ്ട പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ചേർക്കാൻ മറന്നുപോയി, ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ ഒരു രീതിക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കയ്യിൽ ഒരല്പം വെള്ളം ഇതുപോലെ ആക്കിയതിന് ശേഷം കൂട്ട് ഒരല്പം എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എണ്ണയുടെ അടുത്ത് വന്നിട്ട് പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. എണ്ണ നല്ല ചൂടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കൂ, എല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ ഇതുപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഈനോ ഒക്കെ ചേർക്കാറുണ്ട്. ഇത് അതൊന്നും ചേർക്കാതെ തന്നെ നോക്കൂ എന്ത് നല്ല ഭംഗിയായിട്ടാണ് ഇത് പൊങ്ങി വന്നിരിക്കുന്നതെന്ന്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കൂ, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരി കുതിർത്തെടുക്കുക, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. ഈ ഒരു 2 കാര്യം മാത്രമേ പണിയായിട്ടുള്ളതുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ പ്രോസസ്സാണ്. ആ ഒരു ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് തേങ്ങ ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.